നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർഷകരെ അപമാനിച്ച മന്ത്രി MP രാജേഷ് മാപ്പ് പറയണമെന്ന് മസ്തൂർ സംഘ്. എല്ലാവരും മന്ത്രി രാജേഷിനെ പോലെ മാധ്യമങ്ങളിൽ ഫോട്ടോ വരാൻ വേണ്ടിയാണ് എന്ന് ധരിക്കരുതെന്നും BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ. കർഷകന്റെ അധ്വാനത്തിന്റെ വിലയാണ് ചോദിക്കുന്നതെന്നും അത് മന്ത്രിയുടെ ഔദാര്യമല്ലെന്നും ശശി ചോറോട്ടൂർ. പാലക്കാട്ട് വടക്കന്തറ വ്യാസ വിദ്യാപീഠം പ്രൈമറി സ്കൂൾ പരിസരത്ത് പൊട്ടിയ വസ്തു അപായപ്പെടുത്താൻ കഴിയുന്ന ശക്തിയുള്ള വസ്തുവെന്ന് FIR. കഴിഞ്ഞ ദിവസം പന്നിപ്പടക്കം പോലെ തോന്നിക്കുന്ന വസ്തു പൊട്ടിത്തെറിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഒരു വീട്ടമ്മയ്ക്കും പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം മുള്ളൂർക്കരയിൽ നടന്ന DYFI SFI പ്രതിഷേധ പ്രകടനത്തിൽ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. KSU പ്രവർത്തകരെ SFI പ്രവർത്തകരെ ആക്രമിച്ചുവെന്നാരോപിച്ച് DYFI SFI പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ ആക്രമിച്ചുവെന്നാരോപിച്ച് UDYFന്റെ പ്രതിഷേധ സംഗമം. വാർത്തകൾ വിശദമായി. കർഷകരെ അപമാനിച്ച മന്ത്രി MP രാജേഷ് മാപ്പ് പറയണമെന്ന് കർഷക മസ്തൂർ സംഘ്. എല്ലാവരും രാജേഷിനെ പോലെ മാധ്യമങ്ങളിൽ ഫോട്ടോ വരാൻ വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ധരിക്കരുതെന്നും BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ പറഞ്ഞു. കർഷകന്റെ അധ്വാനത്തിന്റെ വിലയാണ് ചോദിക്കുന്നതെന്നും അല്ലാതെ മന്ത്രിയുടെ ഔദാര്യമല്ല ചോദിക്കുന്നതെന്നും ഷൊർണൂരിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ എടുത്ത നെല്ലിന്റെ വില 6 മാസമായിട്ടും ലഭിക്കാതെ വന്നപ്പോൾ സമരം ചെയ്ത നെൽകർഷകരെ പത്രത്തിൽ മുഖം കാണിക്കാനാണ് സമരമെന്ന് പറഞ്ഞ് മുഴുവൻ കർഷക സമൂഹത്തെയും അപമാനിച്ച മന്ത്രി MP രാജേഷ് കർഷകരോട് മാപ്പ് പറയണമെന്ന് ശശി ചോറോട്ടൂർ ആവശ്യപ്പെട്ടു. എല്ലാവരും MP രാജേഷിനെ പോലെ മാധ്യമങ്ങളിൽ ഫോട്ടോ വരാൻ വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ധരിക്കരുതെന്നും തൊഴിലാളി വർഗ സിദ്ധാന്തം പ്രസംഗത്തിൽ മാത്രം പോരെന്നും കേരളത്തിലെ കർഷകരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ കേരളത്തിലെ നെല്ലറയായ പാലക്കാട് ജില്ലയിൽ നിന്ന് ജയിച്ച് മന്ത്രിയായ MP രാജേഷും രാജേഷിന്റെ പാർട്ടിയും തയ്യാറാകണമെന്നും കർഷകന്റെ അധ്വാനത്തിന്റെ വിലയാണ് ചോദിക്കുന്നതെന്നും അല്ലാതെ മന്ത്രിയുടെ ഔദാര്യമല്ലെന്നും ഏറ്റെടുത്ത നെല്ലിന്റെ വില ഉടൻ നൽകിയില്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ശക്തി മന്ത്രിയെ ബോധ്യപ്പെടുത്തുമെന്നും കർഷക മസ്തൂർ സംഘം പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിക്കവേ ശശി ചോറോട്ടൂർ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കർഷകരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് മന്ത്രി ഇറക്കിയത്. ആ മന്ത്രി കർഷകരോട് മാപ്പ് പറയണമെന്നാണ് BMS ആവശ്യപ്പെടുന്നത്. കർഷകർ മന്ത്രി പറഞ്ഞത് ഈ പ്രതിഷേധ പരിപാടി നടത്തുന്നത് പത്രത്തിൽ ഫോട്ടോ വരുന്നതിന് വേണ്ടിയാട്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മന്ത്രിയുടെ ഒരു കർഷകരോടുള്ള സമീപനം എന്താണെന്ന് മനസ്സിലാക്കണം. കേരള സംസ്ഥാനത്ത് 6 വർഷം മുമ്പ് നടത്തിയിരുന്ന കൃഷിഭൂമി അതിനെ കണക്കെടുത്ത് നോക്കുമ്പോൾ 25% ഈ വർഷത്തിൽ കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ കാർഷിക ഭൂമിയുടെ നമ്മുടെ വിളവെടുപ്പ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സ്ഥലം ഘട്ടം ഘട്ടമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറി മാറി ഭരിച്ച കേരള സംസ്ഥാനത്ത് ഭരിച്ച സർക്കാരുകൾ ഈ നിലനിർത്തുന്നതിന് അവിടെ തന്നെ പണിമാരികൾ പണിയുന്ന അനുവാദം കൊടുത്തതുകൊണ്ട് കൃഷിഭൂമികളെ നമ്മുടെ കാർഷിക സമിതി അല്ലെങ്കിൽ കാർഷിക സംവിധാനം പാടെ കേരള സംസ്ഥാനത്ത് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അരി വേണ്ടേ? അരി വേണമെങ്കിൽ അത് ആന്ധ്ര സംസ്ഥാനത്ത് നിന്ന് വരണം. കർഷക മസ്ദൂർ സംഘം ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് C പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു. കർഷക മസ്ദൂർ സംഘം ജില്ലാ സെക്രട്ടറി C മനോജ്, M സോമസുന്ദരൻ, K ഉണ്ണികൃഷ്ണൻ, MK ഷാജി എന്നിവർ സംസാരിച്ചു. K പ്രസാദ്, N സുനിൽ, R സുധാകരൻ, P ജോബി എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാലക്കാട് വടക്കന്തറ വ്യാസ വിദ്യാപീഠം പ്രൈമറി സ്കൂൾ പരിസരത്ത് പൊട്ടിയ വസ്തു അപായപ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയുള്ളതെന്ന് FIR. കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ പരിസരത്ത് പന്നിപ്പടക്കം പോലെ തോന്നിക്കുന്ന വസ്തു പൊട്ടിത്തെറിച്ചത്. സംഭവത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഒരു വീട്ടമ്മയ്ക്കും പരിക്കേറ്റു. പൊട്ടിത്തെറിയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കും ഒരു വീട്ടമ്മയ്ക്കും പരിക്കേറ്റിരുന്നു. വടക്കന്തറ ദേവി നിവാസിൽ അനൂപിന്റെ മകൻ നാരായണൻ, അയൽവാസി ഗോപാലകൃഷ്ണന്റെ ഭാര്യ ലീല എന്നിവർക്കാണ് പരിക്കേറ്റത്. കുട്ടികൾ കളിക്കുന്നതിനിടെ പന്തെന്ന് തോന്നിപ്പിക്കുന്ന വസ്തു നാരായണന് ലഭിച്ചു. ലീലയുടെ പരിശോധനയിൽ പന്തല്ലാത്തതുകൊണ്ട് വലിച്ചെറിയാൻ ആവശ്യപ്പെട്ടു. ലീലയുടെ ആവശ്യപ്രകാരം നാരായണൻ വലിച്ചെറിഞ്ഞപ്പോഴാണ് സ്ഫോടനം നടന്നത്. കനത്ത പുകയിൽ കുപ്പിച്ചില്ലുകൾ തെറിച്ചാണ് ഇരുവർക്കും പരിക്കേറ്റത്. സംഭവമറിഞ്ഞ് പോലീസ്, ബോംബ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്തെത്തി. പരിശോധനയിൽ 4 സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. പൊട്ടിച്ചിതറിയ അവശിഷ്ടങ്ങൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിരുന്നു. സ്കൂൾ പരിസരത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് BJP ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കരയിൽ UDYFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം മുള്ളൂർക്കരയിൽ KSU SFI പ്രവർത്തകർ തമ്മിൽ നടന്ന സംഘടനത്തിൽ KSU പ്രവർത്തകനെ പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് UDYFന്റെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചത്.
ഈ പഞ്ചായത്ത് ഭരണകൂടം ചെയ്യുന്ന നെറികേടുകൾക്ക് ഒത്താശ ചെയ്യുന്ന ഇവിടത്തെ DYFI SFI നേതാക്കളൊക്കെ ചേർന്ന് ഇപ്പൊ കോൺഗ്രസിന്റെയും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കളെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ D-സോൺ കലോത്സവം, ആ D-സോൺ കലോത്സവം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SFI ഭരിച്ചുകൊണ്ടിരുന്ന ഒരു യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയുടെ ഭരണം ഇന്ന് കേരള വിദ്യാർത്ഥി യൂണിയനും അതുപോലെ MSFും ചേർന്നാണ് ഭരിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീയേഷ് നരിപ്പറ്റ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ, മുൻ KPCC മെമ്പർ NS വർഗീസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ മാസ്റ്റർ, K നാരായണൻകുട്ടി, PV സുലൈമാൻ, പഞ്ചായത്ത് അംഗങ്ങളായ KM മുഹിയുദ്ദീൻ, മുസ്തഫ, അബ്ദുൾ റഹ്മാൻ, അർഷാദ്, ബിനീഷ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ അഫ്സൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. DYFI SFI എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. കഴിഞ്ഞ ദിവസം KSU SFI പ്രവർത്തകർ തമ്മിലുണ്ടായ കയ്യേറ്റത്തിൽ 2 SFI പ്രവർത്തകനും ഒരു KSU പ്രവർത്തകനും പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം മുള്ളൂർക്കരയിൽ KSU SFI പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും അടിപിടിയും നടന്നിരുന്നു. ഇതിൽ 2 SFI പ്രവർത്തകർക്കും ഒരു KSU പ്രവർത്തകനും പരിക്കുപറ്റിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ബുധനാഴ്ച വൈകിട്ട് മുള്ളൂർക്കര സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. എന്നാൽ ഇതിനു മുൻപ് UDYFന്റെ മാർച്ച് നടന്നിരുന്നു. അവരുടെ പ്രസംഗം നടക്കുന്ന സമീപത്ത് വെച്ചാണ് DYFIയും SFIയും ബഹളം വയ്ക്കുകയും ഇതിനെ തുടർന്ന് പോലീസ് പ്രകടനം മുന്നോട്ട് നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസുമായി ഉന്തും തള്ളലും നടന്നത്. മുതിർന്ന നേതാക്കന്മാരും പോലീസും സമാധാനപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രവർത്തകർ ഒഴിഞ്ഞുമാറിയത്. തുടർന്ന് നടന്ന യോഗം SFI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം T അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റും അതുപോലെ തന്നെ SFIയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാക്കളെ ഇവിടെ KSUവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രസിഡന്റും KSUവിന്റെ ഇവിടുത്തെ കുറെ നേതാക്കന്മാരും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പസിനകത്ത് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സഖാക്കളെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഈ ഉള്ളൂർക്കര പ്രദേശത്തുകൂടെ നടന്നുപോയി വാഹനത്തിൽ പോകുന്ന സമയത്ത് ക്രൂരമായി ആസൂത്രിതമായി വർദ്ധിക്കുന്ന സാഹചര്യം പ്രിയപ്പെട്ട സഖാക്കളെ ക്രൂരമായി ആക്രമിക്കുകയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഖാക്കളെ റോഡിലേക്ക് വാഹനത്തിൽ നിന്ന് തള്ളി താഴെയിടുന്ന ഉൾപ്പെടെയായിട്ട് ക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തീർച്ചയായും ഈ പറയുന്ന KSUവും അതുപോലെ തന്നെ ഈ നാടിനകത്തെ വലതുപക്ഷങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാടധികം പ്രവർത്തനങ്ങൾ നമ്മളുടെ തൊട്ടടുത്ത് ചേലക്കര ആർട്സ് ആൻഡ് സയൻസ് കോളേജിനകത്ത് തലകുത്തി മറിഞ്ഞ് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടും SFIയുടെ ഒരു ചെറുവിരലടക്കാൻ SFIയുടെ ഒരു രോമത്തെ പറിച്ചെടുക്കാൻ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ സാധിക്കാത്തതിന്റെ എല്ലാവിധമായിട്ടുള്ള ഈ പറയുന്ന ചെറുപ്പ് അവിടുത്തെ വിദ്യാർത്ഥികളുടെ അവിടുത്തെ നേതൃത്വമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മേലിലേക്ക് കുതിര കയറാനാണ്. ലോക്കൽ കമ്മിറ്റി അംഗം ആദർശ് അധ്യക്ഷത വഹിച്ചു. മറ്റു നേതാക്കളായ കണ്ണൻ മൻസൂർ, സുബീഷ് M, H അബ്ദുൽസലാം തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി CI ഷാജഹാൻ, എരുമപ്പെട്ടി CI അനീഷ് കുമാർ എന്നിവരടങ്ങിയ നൂറുകണക്കിന് പോലീസുകാരും സംഭവസ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള പ്രവാസി സംഘം ലക്കിടി പേരൂർ 2 വില്ലേജ് സമ്മേളനം പേരൂരിൽ നടന്നു. പ്രവാസി സംഘം ഏരിയ പ്രസിഡന്റ് C മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. മാരുമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ മാറാൻ വേണ്ടി പോവുകയാണ്. ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കില്ല. പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ നല്ല ശമ്പളത്തോടുകൂടി കൃത്യതയോടുകൂടി തൊഴിൽ നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിനെന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി സാധിക്കണം. അല്ലാതെ ഒരു കൊടി പിടിച്ച് രാഷ്ട്രീയ പാർട്ടി നടത്തുന്നത് പോലെ പ്രകടനവുമായി പോയി എന്തെങ്കിലും വിഷയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല പ്രവാസി സംഘം സംഘടന രൂപീകരിക്കുകയും അതിന്റെ മുമ്പിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ പിറകെ വരുന്ന നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, ഈ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക എന്ന് കഴിയുന്ന കേരളത്തിലെ ഉത്തമമായ ഒരേ ഒരു സംഘടനയുടെ പ്രവർത്തകരാണ് ഞാനും നിങ്ങളും. ഏരിയ കമ്മിറ്റി അംഗം KS ബഷീർ അധ്യക്ഷത വഹിച്ചു. ലോക കേരള സഭാംഗം നന്ദിനി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. R മുരളീകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി V രവീന്ദ്രനാഥൻ, ഏരിയ കമ്മിറ്റി അംഗം നന്ദകുമാർ, P ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പേരൂർ വില്ലേജ് കമ്മിറ്റി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു.
വിനോദ് കുമാർ പ്രസിഡന്റ്, സൗമ്യ വൈസ് പ്രസിഡന്റ്, ചന്ദ്രൻ സെക്രട്ടറി, അബ്ദുൽ കരീം ജോയിന്റ് സെക്രട്ടറി, വേണുഗോപാൽ ട്രഷറർ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പറളിയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം കാടുമൂടി ഇഴജന്തുക്കളെ താവളമായതായി പരാതി. 2020-ൽ 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് തെളിവാണിതെന്ന് BJP പ്രവർത്തകരും പഞ്ചായത്ത് അംഗവുമായ നാരായണൻകുട്ടി പറഞ്ഞു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിരവധി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം ആർക്കും ഉപകാരമില്ലാതെ അടഞ്ഞുകിടക്കുന്നു. കാടുമൂടിയ കെട്ടിടം ഇഴജന്തുക്കളുടെ താവളമായതായും പരാതിയുണ്ട്. 2020 നവംബർ മാസം 1-ാം തീയതി അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന MP ബിന്ദുവാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ധാരാളം സൗകര്യങ്ങളും റൂമുകളുമുള്ള കെട്ടിടമാണ് ഉപയോഗശൂന്യമായി അടഞ്ഞുകിടക്കുന്നത്. വർഷങ്ങളായി അടച്ചിട്ട കെട്ടിടത്തിനു ചുറ്റും പുൽക്കാടുകൾ വളർന്ന് ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഈ കെട്ടിടത്തോട് ചേർന്നാണ് പഞ്ചായത്തിൻ്റെ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത്. വനിതാ വിപണന കേന്ദ്രം കാടുമൂടിയതിനാൽ ആയുർവേദ ആശുപത്രിയിലെത്തുന്നവർക്കും പ്രയാസമായിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായി 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം അടച്ചിട്ടത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് തെളിവാണെന്നും ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും BJP പ്രവർത്തകനും പഞ്ചായത്ത് അംഗവുമായ നാരായണൻകുട്ടി പറഞ്ഞു. ഒരു ഓഫീസിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. വനിതകൾക്ക് കുടുംബശ്രീ മുഖേന വനിതകൾക്ക് വിപണന വ്യാപാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓഫീസ് അന്ന് 2020-ൽ ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ്. ഇന്നത്തെ അവസ്ഥ ഈ കാട് പിടിച്ചുകൊണ്ടുള്ള ഇരിക്കുന്ന ഈ അവസ്ഥയാണ്. ഒരു ചലനവും ഒന്നും ഉണ്ടാക്കാൻ ഈ ഭരണസമിതി, ഈ LDF ഭരണത്തിന് കഴിഞ്ഞിട്ടില്ല. ആ കാര്യങ്ങൾ പോയി വാർത്തയിലും മറ്റുള്ളതും കൊടുത്തപ്പോൾ അതിനിപ്പോൾ മാറ്റി പഴയ മാവേലി സ്റ്റോറായ ഈ സ്ഥലത്തിലേക്ക് അതിനെ മാറ്റി വെച്ചിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ഈ ഭരണസമിതിയിലെ ഈ LDF ഭരണത്തിന് കഴിയുന്നില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുളപ്പുള്ളിയിൽ പ്രവർത്തിക്കുന്ന ഷൊർണൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെത്തുന്നവർ സൗകര്യക്കുറവ് മൂലം വലയുന്നു. പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ, ചെർപ്പളശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് നിത്യേന രജിസ്ട്രേഷനും അനുബന്ധ കാര്യങ്ങൾക്കുമായി കുളപ്പുള്ളി എംപ്ലോയ്മെന്റ് ഓഫീസിൽ എത്തുന്നത്. ഓഫീസിനകത്ത് 10-ൽ കൂടുതൽ ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യമില്ല. ഓഫീസിന് മുന്നിലിട്ടിരിക്കുന്ന ബെഞ്ചിൽ കുറച്ചു പേർക്ക് ഇരിക്കാം. ബാക്കിയുള്ളവർക്ക് നിൽക്കുകയല്ലാതെ മറ്റ് നിർവാഹമില്ല. എംപ്ലോയ്മെന്റ് ഓഫീസർ, 4 ക്ലർക്കുമാർ, ടൈപ്പിസ്റ്റ് ഉൾപ്പെടെ 8 ജീവനക്കാരാണ് ഓഫീസിലുള്ളത്. ഇതിൽ ഒരു ക്ലർക്ക് ലീവിന് പോയതും മറ്റൊരാൾ വേറെ ഓഫീസിലേക്ക് മാറിയതും നിലവിലുള്ളവരുടെ ജോലിഭാരം വർദ്ധിപ്പിച്ചു. നിത്യേന 100-ലധികം ആളുകൾ കുളപ്പുള്ളി എംപ്ലോയ്മെന്റ് ഓഫീസിൽ എത്തുന്നുണ്ട്. വിവിധ പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ തിരക്ക് കൂടും. ഈ സമയങ്ങളിൽ പ്രതിദിനം 350-ലധികം ആളുകൾ എത്താറുണ്ടെന്നാണ് എംപ്ലോയ്മെന്റ് ഓഫീസർ വ്യക്തമാക്കുന്നത്. കുളപ്പുള്ളിയിലേക്ക് മാറ്റിയ ശേഷവും കഴിഞ്ഞ 6 വർഷമായി വാടക കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് അടുത്തായതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നതിനാലാണ് ഷൊർണൂരിൽ നിന്ന് ഓഫീസ് കുളപ്പുള്ളിയിലേക്ക് മാറ്റിയത്. നഗരസഭയ്ക്ക് കീഴിൽ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസ് ആലോചിക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായി റോഡിൽ തടസ്സമായി നിന്നിരുന്ന പാഴ്ചെടികൾ വെട്ടിമാറ്റി. ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് വികസന സമിതി അംഗവും നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറും റിട്ടയർഡ് ജോയിന്റ് അഗ്രികൾച്ചർ ഡയറക്ടറുമായ പള്ളത്ത് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. നാസർ അത്താപ്പ, വാർഡ് വികസന സമിതി അംഗങ്ങളായ OM ജലീൽ, NS അംസ, P പ്രേമൻ, ശ്രീദേവി, NS സിദ്ദിഖ്, T സുന്ദരൻ, R സ്വപ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന ബിഫാത്തുമ്മയുടെ വീടും പരിസരവും കാടുവെട്ടി വൃത്തിയാക്കി. ഇരിപ്പിക്കൽ തിരുക്കാലി റോഡ്, കറുകമ്പാറ ഗണപതി ക്ഷേത്ര റോഡ് എന്നിവിടങ്ങളിൽ കാടുവെട്ടൽ പൂർത്തിയായി. ഘട്ടം ഘട്ടമായി വാർഡിൽ മുഴുവൻ പ്രദേശത്തും പ്രവർത്തികൾ നടത്തുന്നതാണ്. 10 ദിവസത്തോളം പ്രവർത്തികൾ തുടരും. മെമ്പറുടെ ഓണറേറിയം ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തനിക്ക് കിട്ടുന്ന ഓണറേറിയം കൊണ്ട് തൻ്റെ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാവുന്നു എന്ന വിവിധങ്ങളായ പദ്ധതികൾ, ആരോഗ്യ മേഖലയിൽ ചികിത്സയ്ക്ക് വേണ്ടത്, വിദ്യാഭ്യാസത്തിന് വേണ്ടത്, ഇതുപോലെ വൃത്തിയാക്കുന്ന പരിപാടികൾ, അങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷകരെ അപമാനിച്ച മന്ത്രി MP രാജേഷ് മാപ്പ് പറയണമെന്ന് മസ്തൂർ സംഘ്. എല്ലാവരും മന്ത്രി രാജേഷിനെ പോലെ മാധ്യമങ്ങളിൽ ഫോട്ടോ വരാൻ വേണ്ടിയാണ് എന്ന് ധരിക്കരുതെന്നും BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ. കർഷകന്റെ അധ്വാനത്തിന്റെ വിലയാണ് ചോദിക്കുന്നതെന്നും അത് മന്ത്രിയുടെ ഔദാര്യമല്ലെന്നും ശശി ചോറോട്ടൂർ. പാലക്കാട്ട് വടക്കന്തറ വ്യാസ വിദ്യാപീഠം പ്രൈമറി സ്കൂൾ പരിസരത്ത് പൊട്ടിയ വസ്തു അപായപ്പെടുത്താൻ കഴിയുന്ന ശക്തിയുള്ള വസ്തുവെന്ന് FIR.
കഴിഞ്ഞ ദിവസം പന്നിപ്പടക്കം പോലെ തോന്നിക്കുന്ന വസ്തു പൊട്ടിത്തെറിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഒരു വീട്ടമ്മയ്ക്കും പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം മുള്ളൂർക്കരയിൽ നടന്ന DYFI SFI പ്രതിഷേധ പ്രകടനത്തിൽ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. KSU പ്രവർത്തകരെ SFI പ്രവർത്തകരെ ആക്രമിച്ചുവെന്നാരോപിച്ച് DYFI SFI പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ ആക്രമിച്ചുവെന്നാരോപിച്ച് UDYFന്റെ പ്രതിഷേധ സംഗമം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.